ഇതുവരെയും ചിരണ്ടി തീർന്നില്ലേ? സവാള എവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്? ആ ചെറിയ പാത്രത്തിലുണ്ടമ്മ. ഏത് ചെറിയ പാത്രത്തില്? ദേ ആയിരിക്കണ പാത്രത്തില്. ഇതാ? ആ ഇതാണ് ചെറിയ പാത്രം. നിനക്ക് കണ്ടു കാണാൻ വയ്യ വെച്ചേ? അല്ലെങ്കിൽ തന്നെ സവാള ഇങ്ങനെയാണോ അരിയുന്നത്? ഞാൻ ചെറുതായിട്ടാണല്ലോ അരിഞ്ഞേ. ഇതാണോ ചെറിയ കഷ്ണം? ഇത് പോരെ? ഇത് പോരാ. ഇത് കണ്ട ഇങ്ങനെ ചെറുത് കുഞ്ഞുനാന്ന് ചെറുതായിട്ട് അരിയണം. അങ്ങനെ അത് ഓരം വയ്ക്കുന്നത്. ഓ, നീ ഒരു കാര്യം ചെയ്യ്, അവനെ വിളിച്ചോണ്ട് ഒരു കണ്ണ് ഡോക്ടറെ കാണാൻ പോ. അല്ലാതെ പറ്റത്തില്ല. നിനക്ക് കണ്ണ് കാണാൻ നല്ല സുഖമില്ല നിനക്ക് കണ്ണിന്. പോട്ടെ. കൊച്ചു പിച്ചാത്തി എവിടെ? ആ അടുപ്പിന്റെ അടുത്തിരിപ്പുണ്ട്. അടുപ്പിന്റെ അകത്ത്. ഇതാണോ കൊച്ചു പിച്ചാത്തി? ഇപ്പൊ ഇവിടെ ഉള്ളതിൽ ചെറുത് അതാണ്. ഈ അമ്മയുടെ ഒരു കാര്യം ചോദിക്കുമ്പോ എന്റെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞാൽ മതി. വലിയ കഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ കാര്യം, നിങ്ങളുടെ കാര്യങ്ങള്. ഞാൻ തട്ടി താഴെ ഇട്ടതാണ്. എന്റെ കൈ തട്ടി ഒന്ന് മറിഞ്ഞു പോയതല്ലേ. അമ്മയ്ക്കൊന്ന് നോക്കി എടുത്തൂടായിരുന്നോ? ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം അല്ല. ഈ മാവ് ഇങ്ങനെയല്ല വയ്ക്കേണ്ടത്. മാവ് ഒരു സ്ഥലത്ത് ഒഴിച്ച് മാറ്റി വെക്കണം. നീ തേങ്ങ ചിരണ്ടുന്നതേ ഉള്ളൂ. ദോശക്കല്ല് ചൂടാവുമ്പോഴത്തേക്ക് മാവ് അവിടെ നിന്നെടുത്ത് ഇവിടെ വെച്ചിട്ട് പതുക്കെ ദോശ ഇടണം. അങ്ങനെയാണ് വേണ്ടുന്നത്. അതേ ഞാൻ പറഞ്ഞോളൂ, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അമ്മേ, അവിടെ ദോശക്കല്ല് ചൂടല്ല. അപ്പൊ ഞാൻ ഇവിടെയല്ലേ വെക്കണ്ട, അല്ലാതെ പിന്നെ അവിടെ കൊണ്ടുവന്നാണ് വെക്കേണ്ടത്. അമ്മ ഇപ്പൊ ഇതെല്ലാം കളഞ്ഞിട്ട് ഇനി എന്നെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ നിന്നെ കുറ്റം പറഞ്ഞതാണ്. ഞാൻ കാര്യമല്ലേ പറഞ്ഞത്? നിന്റെ അടുത്ത് ഒരു 100 പ്രാവശ്യം പറഞ്ഞില്ലേ ഞാൻ തട്ടി താഴെ ഇട്ടതല്ല, എന്റെ കൈ തട്ടിപ്പോയതാണെന്ന്. എന്താണ് എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഇവിടെ? ഏട്ടാ നോക്ക്, ദോശമാവ് താഴെ കിടക്കണു. അമ്മയ്ക്ക് കണ്ടുപിടിക്കത്തില്ല. അപ്പൊ എന്തിനാ തട്ടി താഴെ നിങ്ങള്? ഇവിടെ ഞാൻ തട്ടി താഴെ ഇടുവോ മനഃപൂർവ്വം? ഈ തെല്ലത്തോണ്ട് വെച്ചാൽ ഞാൻ എന്തോ ഞാനൊരു പാത്രം എടുത്തപ്പോ എന്റെ കൈ തട്ടി കഴിഞ്ഞ് വീണു പോയി. ഇത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നും. എന്റെ അമ്മ, നിങ്ങൾ ഈ പുകയത്തെ ഇനി പായും പോലെ ഇതിന്റെ ഇടയിൽ കിടന്ന് പായേണ്ട വല്ല കാര്യമുണ്ടോ? അകത്ത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങി ഇരുന്നാ പോരെ? ആ കുട്ടികളൊക്കെ നോക്കിയിട്ട് ഭക്ഷണം കാലാകുമ്പോ അവള് വിളിക്കും, ഇവിടെ മുതൽ കഴിക്കുക. അത്രേ. എന്റെ പൊന്നെ, ഞാനും കൂടെ അടുക്കളയിൽ കയറി ഓരോന്ന് ചെയ്തിട്ട് ഇവിടെ ഒന്നും ആയില്ലെന്ന് ചോദിച്ചോണ്ട് നിന്റെ അലറൽ എനിക്കറിയാം. പിന്നെയാണ് ഇനിയിപ്പോ അവൾ ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ടാക്കിയത്. അതെ, ഞാൻ നിങ്ങളോട് രണ്ടാളോടും കൂടി ഒരു കാര്യം പറയാം. ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കണം മുതലാണ്. അതൊക്കെ കുറെ നിങ്ങളോട് മനസ്സിലാക്കണം. അതുപോലെ വെച്ചുണ്ടാക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കുക, വെറുതെ കളയാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കരുത്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞോണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യ്, ഈ ഉള്ള മാവ് എടുത്ത് ഒരു 3-4 ദോശ ഇട്ട് അവന് കൊടുക്ക്. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, ഞാൻ അരി അടുപ്പിടാം. തിളയ്ക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചാൽ കഞ്ഞി കുടിച്ചോളാം. എനിക്കൊന്നും വേണ്ട, ഞാൻ പട്ടിണി കിടന്നോളാം. അമ്മേ, സോക്സ് എവിടെ? അവിടെ ഞാനും കാണൂടാ. ടാഗ് കാണാനില്ല. എന്താണ് അമ്മേന്റെ പൊട്ടും കാണാനില്ല. എവിടെയാ വച്ചേക്കണത്? ആ ഇങ്ങോട്ടാ. എന്തോ ചെയ്യാനത്? അല്ല, നിലത്തിട്ടപ്പോ സമാനായില്ലേ? ആര് പറഞ്ഞു ഞാൻ നിലത്തിട്ടെന്ന്? നിന്റെ അമ്മ പറഞ്ഞാ? അച്ഛമ്മക്ക് കണ്ണാണല്ലോ. ആഹാ, എനിക്ക് കണ്ണ് കാണാൻ നല്ലതുപോലെ. നിന്റെ അമ്മയ്ക്കാ കണ്ണ് കാണാൻ വയ്യാത്തത്. വർത്താനം പറയാൻ വന്നിരിക്കുന്നവൻ. അച്ഛനമ്മനെ പട്ടിണിക്കാക്കില്ല അച്ഛമ്മ. മക്കളൊരു കാര്യം ചെയ്യ്, പോയി കടയിൽ പോയി 5-6 ദോശ വാങ്ങിച്ചോണ്ട് അച്ഛമ്മയ്ക്കും കൂടെ പൈസ. ഈ കണക്കിന് അങ്ങോട്ട് വർത്താനം പറയാൻ അറിയാമെങ്കിൽ നിനക്ക് A+ വാങ്ങിക്കാല്ലോ. പോടാ കയറി, പോടാ കയറി, പോടാ കയറി. കാറണ്ട ആവശ്യമില്ല, ഞാൻ പോയിക്കോളാം. ഹലോ ഹലോ, നിങ്ങളിതെവിടെ? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നല്ലോ. എന്താണ്? നിങ്ങൾ വേഗം ആ, നല്ല ചൂട് ദോശ ഉണ്ട്. ദോശ ഉണ്ടാക്കിയാണ്. ഞാൻ നോട്ടെ, ഞാൻ ഒരാളെ കാണാൻ നിൽക്കാണ്. അല്ല, നിങ്ങൾ വേഗം വരാതെ ഇത് ഒരാളെ കണ്ടിട്ട് ഒരു കാര്യം പറയാണ്ട് ഇപ്പൊ വരാ. അതല്ല, വരുമ്പോ ഒരു കൂട്ടം വാങ്ങണോ? എന്താണ്? പരിപ്പോട. പരിപ്പോടെ? ഈ നേരത്ത് പരിപ്പോടാ? ദോശന്റെ കൂടെ പരിപ്പോട നല്ലതാ. ദോശ ഉഴുന്നുവടയാണ് നല്ലേ. അല്ലല്ല, പരിപ്പോടയാണ്. എനിക്ക് പരിപ്പോടയാണ് ഇഷ്ടം. നോക്കട്ടെ. നിങ്ങൾ മറക്കല്ല. ഇല്ലാതെ കുമാരനോട് ചോദിക്കട്ടെ. എനിക്ക് ഞാൻ ആഗ്രഹിച്ചു. നിങ്ങൾ വെക്കല്ലേ പരിപ്പോട? മേടിക്കാന്ന് ഞാൻ വിളിക്കാം. വേഗം വരണോ?
ആ പോരാ വരാം കേട്ടോ. കരിഞ്ഞോ? ഹലോ, ആ പൈസ കിട്ടിയാടാ? കിട്ടിയാ? എന്തത് 3-4 ആളും കൂടി ഉണ്ടെന്നാ? നീ അതാ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. കാര്യങ്ങൾ സംസാരിക്കാനും നടപ്പിലാക്കാനും ഒക്കെ നീയും ഞാനും അല്ലേ ഉണ്ടായുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 3-4 ആളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെയാണ് എനിക്ക് പറഞ്ഞൂടെ. വാസൂട്ടിയുണ്ട്, പരീക്കുട്ടിക്കുണ്ട് എന്നൊക്കെ എനിക്ക് പറഞ്ഞൂടെ? നാട്ടിലൊരുപാട് ആളുണ്ടാവും, അതൊന്നും നടക്കൂല. കാര്യം കഴിഞ്ഞിട്ട് പിന്നെ കണാകണ വർത്താനം പറയലടാ. നീ ഒരു പണിയായി, ആ പൈസ വാങ്ങിയിട്ട് പകുതി നീ എടുത്തിട്ട് ആർക്കാണെന്ന് വെച്ചാൽ കൊടുത്തോ. എൻ്റെ പകുതി കമ്മീഷൻ എനിക്ക് കിട്ടണം. ഞാനിവിടെ റസിയ ടൈലേഴ്സിലുണ്ട്. ഞാൻ പൈസ നോക്കിയിരിക്കുകയാണ്. നീ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടാ. ആ ശരിയെന്നാ. ഇതൊരു വാടകയ്ക്ക് വീട് ഒപ്പിച്ചു കൊടുത്തേ. ഇവൻ പാർട്ടീനെ കൊണ്ടുവന്ന് വീട് ഞാനാ ഒപ്പിച്ചു കൊടുത്താ. അപ്പൊ ഞങ്ങൾ 2 പേരുണ്ടായുള്ളൂ. ഇപ്പൊ പൈസ കിട്ടി കഴിഞ്ഞപ്പോ 3-4 പേരുണ്ട്. അത് 5-6 ആക്കണോന്ന്. നടപടിയാവൂല അത്. ശരിയാ. ഞാനെന്നാ പോയിക്കോട്ടെ എന്നാ. അല്ല എനിക്ക് ആ ചായ ഇവനെ എവിടെ പോയി കിടക്കുന്നത് നമുക്ക്? എവിടെയാണ്? എത്ര നേരം പോയിട്ട്? പുറത്ത് എന്തൊരു മഴ, മഴയോ മഴ. കുടി. ഇതെന്താ കട്ടൻ ചായ? ആ എന്താ കട്ടൻ ചായ? ഇതുപോലെ കോമ്പിനേഷൻ ഈ കട്ടൻ ചായ പരിപ്പടിയും ഈ സമ്മേളനത്തിന് ഏറ്റവും നല്ല ബെസ്റ്റ് സാധനം. ഇതിപ്പോ ആർട്ടി സമ്മേളനമല്ല, വെറുതെ വർത്താനം പറഞ്ഞിരുന്നാണ്. പാൽ ചായ കൊണ്ടുവരാൻ പറഞ്ഞ പരിപ്പോട് കിട്ടിയോ? 10 പരിപ്പട പറഞ്ഞു. ഒറ്റ സാധനം ആടില്ല. എല്ലാ സർക്കസുകാരും കൊണ്ടുപോയി. സർക്കസുകാരാ? ആ ഏത് സർക്കസുകാര്? അതിന്റെ മുമ്പിൽ സർക്കസ് റിങ്ങിന്റെ അതാണ് ആ ചെണ്ടോട്ടും വേളമൊക്കെ എല്ലാം കൊണ്ട്. അപ്പൊ ഇത് സർക്കസ് നോക്കി നിൽക്കായിരുന്നു ഇത്ര നേരല്ലേ? നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. കൊരങ്ങനീലെ ചാടുന്നേ, മനുഷ്യനീലെ ചാടുന്നേ. നീയേ അവരുടെ കൂടെ അങ്ങോട്ട് പോകായിരുന്നില്ല, പരീക്ക രക്ഷപ്പെട്ടാനല്ല. പങ്കാളികള് കൊരങ്ങൻ വേറെ ഉണ്ടല്ലോ അവരുടെ. അപ്പൊ ഇനിയിപ്പം പോയിട്ട് കാര്യമില്ല. ഇതൊന്ന് അയച്ചാ നോക്കട്ടെ. ഉയിന്നോടെ കിട്ടീനി, 5 ഉയിന്നോടെ കിട്ടീനി, 2 പരിപ്പട. ആ പെണ്ണ് പരിപ്പോടെ മേടിച്ചു കൊണ്ടിരുന്ന പ്രത്യേകം പറഞ്ഞല്ല. ഇക്കാക്കൊക്കെ 5 ഉയിന്നോടെ വീട്ടിലെ കൊണ്ട് റിസിയാത്ത കൊടുക്കാലോ. 2 പരിപ്പടിയില് 1 നിങ്ങൾ എടുക്കാം, 1 ഞാൻ എടുക്കാം. എന്ത് എന്ത് ഇതാലി കാണിക്കണേ? ഇതൊന്ന് ജോയിന്റ് ആക്കി ഞാൻ ഒരു മണ്ട ഞാൻ തല്ലി പിടിക്കാം. അവിടെ കടിച്ചല്ലേ? ഇതൊന്നും ഞാൻ എന്റെ വയറ് നിറയട്ടെ ആദ്യം. എന്താ ഇപ്പൊ ഇത്? ഈടെ 10 പരിപ്പോടെ മേടിച്ചോണ്ടാൻ പറഞ്ഞാണ് ഓള്. അതിന് വിട്ടാണ് ഇപ്പൊ ഉഴുന്ന് വടൽ ആകെ 2 പരിപ്പോടാണ് കിട്ടിയത്. അവരുടെ അടുത്തിട്ട് കടിച്ച് അത് അവൾക്ക് കൊണ്ടു കൊടുത്താൽ മതിയായിരുന്നു. അല്ല ഇപ്പൊ ഇന്ന് ഉഴുന്നോടെ കൊടുക്ക് പരിപ്പോടെ കിട്ടിയില്ലെന്ന് പറ. 2 അല്ലേ ഉണ്ടായുള്ളൂ. അതിങ്ങടെ വന്നേര്. എന്ത്? അല്ലല്ല, ഒരെണ്ണെങ്കിലും ഓൾക്ക് കൊടുക്കണ്ടേ? അവിടെ ഇരിക്കട്ടെ. എനിക്ക് ഉഴുന്നോടെ എടുത്തോ. ഉഴുന്നോടെ എനിക്ക് ഇഷ്ടമല്ല. വേണ്ട. ശരി, ഇത് വേണോ എനിക്ക്? വേണ്ട വേണ്ട വേണ്ട. അവിടെ ഉഴുന്നോടെ എനിക്ക് താല്പര്യമില്ല. ഉഴുന്നോടെ ഒരെണ്ണം കഴിച്ചോ? വേണ്ട. ശരി, കഷ്ടം. എന്ത് പണി! അവനെ തിന്നോട്ടെ എന്ന് പറഞ്ഞ ഒക്കെ പൊട്ടം പണിയാണ് കാണിക്കുള്ളൂ. പിന്നെ എന്ത് ചെയ്യൂ? വേറെ ആരും ഇവിടെ പണിക്ക് നിൽക്കാനാണ്? കളിച്ചിച്ചനല്ലേ, അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ. അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കണല്ലേ. ഇതിപ്പോ 2 പരിപ്പോടെ ആകെ ഉള്ളു. അത് അവള് പരിപ്പോടെ ചോദിച്ചാണ്. അനക്കറിയാലോ ഓളുടെ ഹാലി. അവൻ അറിഞ്ഞൂടല്ല. കഴിച്ചോ? കൊണ്ട് കൊടുക്കാം നമുക്ക്. കുട്ടിയെ എന്താ ഇവിടെ വിളിച്ചിരിക്ക? ഞാൻ അനക്കാനുള്ള തുണി എടുക്കിന്. എന്താണ്? എവിടെ? എന്ത് എവിടെ? നിങ്ങളോട് ഞാൻ പറഞ്ഞ സാധനം എവിടെ? അപ്പുറത്ത് കോളുടെ മട്ടും മാരി മാറിയല്ലോ. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞേ? എന്താണ്? നിങ്ങളോട് ഞാൻ എന്ത് വാങ്ങാനാ പറഞ്ഞേ? എന്താണ്? എന്താ കിട്ടിയില്ലേ? ഇന്റെ പരിപ്പോടെ എവിടെ? പരിപ്പോട ആകെ 2 ഉണ്ടായിരുന്നുള്ള വീഡിയോയില്. അത് വാങ്ങണോ? വാങ്ങി അത് വീഡിയോയില് കൊണ്ടുവന്ന് വെച്ചപ്പേ ആ പായ പറഞ്ഞെടുത്ത് കഴിച്ച് കുഞ്ഞുട്ടൻ. ഓന് ഞാൻ വച്ചിണ്ട്, മറ്റേതും കടുക്ക്. അപ്പൊ ആകെ ഒരെണ്ണപ്പ അനക്ക് കൊണ്ടുവന്ന് തന്നിട്ട് എന്താ കാര്യമാവും? അപ്പൊ അത് ഞാൻ തന്നെ കഴിച്ചു. ഇജിപ്പോ ഉഴുന്നുവട ഉണ്ടല്ലോ, അത് കഴിച്ചോ? നിങ്ങൾ എന്തിനാ പരിപ്പട തിന്ന്? ഞാൻ മോയിച്ച് ഇവിടെ ഇരിക്കല്ലേ.
റസിയ പരിപ്പോടെ കാണണം, ആകെ തണുത്ത് ഒന്നിനും കൊള്ളൂല. അതാണ് ഞാനിത് നല്ല ഒന്നാമത്തെ ഉഴുന്നോടല്ലേ, അത് നോക്ക്. എനിക്ക് വേണ്ട, ഞാൻ ദോശന്റെ കൂടെ പരിപ്പാട തിന്നണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി. അയ്യന്റെ പൊട്ടത്തി, ആരെങ്കിലും ദോശയുടെ കൂടെ പരിപ്പോടായിക്കോ? ദോശയുടെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഴുന്നോടല്ലേ. ഇത് കണ്ടിട്ടില്ലേ ഈ നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ ദോശയും ഉഴുന്നോടയും, ഉഴുന്നോടയും ദോശയും, അതല്ല എൻ്റെ കോമ്പിനേഷൻ. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വെജിറ്റേറിയൻ ഹോട്ടലിൽ ഞാൻ പോവാത്തത്. ഇജിപ്പോൾ ഈ നേരത്തെ ഇനി വെളിച്ചേറ്റ ഹോട്ടലിലേക്ക് പോകണ്ട, ഇജിപ്പോൾ ആ കൊണ്ടുവന്ന ഉഴുന്നോട എടുത്ത് കഴിക്കി. എനിക്ക് വേണ്ട, എനിക്ക് പരിപ്പാടാണെങ്കിൽ മതി. നിങ്ങൾ തിന്നോ, നിങ്ങൾ വാങ്ങല്ലേ പരിപ്പാട അകത്തടപ്പില്ലേ, അതിന്റെ കൂടെ ഒന്നുകൂടി തിന്നു. വെറുതെ മാളെ ഇടങ്ങറാക്കല്ലേ, ചവറിനെടുത്ത് കഴിക്കാൻ വേണ്ട പറഞ്ഞില്ലേ. എടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട പീടിയെന്ന് മേടിച്ച് കൊണ്ടുവന്നല്ലേ, എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ. എനിക്ക് വേണമെന്ന് പറഞ്ഞ പരിപ്പാടല്ലേ. ആ പരിപ്പോട് ഉഴുന്നോടെ ഒക്കെ രണ്ടു മട തന്നെയല്ലേ, അവിടെ കഴിക്കിപ്പോ തൽക്കാലോ. ഉഴുന്നോടെ ഇഷ്ടല്ല. റബ്ബ് ഒരു പലഹാരം വേണമെന്നല്ലേ മനുഷ്യന്മാര് വിചാരിക്കുള്ളൂ. എടുത്ത് കഴിക്കുമ്പോ തൽക്കാലം ഞാൻ കൊണ്ടുവന്നല്ലേ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാ. മര്യാദന്ന് പറഞ്ഞെടുത്ത് കഴിക്കി, വെറുതെ കളിക്കാൻ കണ്ട് അന്നോടാ പറഞ്ഞ ഇതൊരു വട എടുത്ത് കഴിക്കാൻ. എന്താണ് അതെ മരുന്നിരിക്കുന്നുണ്ടോ? ആ പിന്നെ ഇനിയിപ്പോ എന്റെ മരുന്ന് ഇവിടെ എടുത്തു വെക്കല്ലേ ഞാൻ. അല്ലടാ ഈ ഗ്യാസിനുള്ള മരുന്ന്. ഗ്യാസിന് എന്തിനാ പറയാ മരുന്ന്, അതിന് അടുപ്പല്ലേ വേണ്ടത്. കളിക്കാൻ നിൽക്കാതെ മറ്റേ വയറിന്റെ ഗ്യാസിനടാ. ആ വയറിന് ആ കണ്ണ് കണ്ടൊക്കെ വലിച്ചേറ്റുമ്പോ ആലോചിക്കണം എന്താ ഉണ്ടായി. എടാ എനിക്കല്ലാന്ന് മല്ലിയേക്കാണ്. മല്ലിയേക്കോ? അവൾക്ക് എന്താണോ തീരെ സുഖമില്ല പറഞ്ഞിട്ട് ആകെ കടന്ന് തിരിയുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ കാണുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ. ഇല്ല അപ്പൊ എന്താ അറിയില്ല. ഗ്യാസിന്റെ ഒരു റോസ് കളറിലുള്ളൊരു മരുന്നല്ലേ? ആ അതുണ്ടോ? ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. പൊന്നുമോള് കരയാതെ ഇപ്പൊ മാറും. മക്കൾ എത്ര സഹിക്കണ്ടേ നമ്മള്. ഒരു കുറവില്ല. ആ ഞാൻ പരിക്കുട്ടിയോട് മറ്റേ ഗ്യാസിന്റെ മരുന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ലേശം കഴിച്ചു കഴിഞ്ഞാൽ മാറും. ഓട്ടോ വിളിച്ചില്ല, ആശുപത്രി പോണോ? ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. നല്ല വേദന. ഞാൻ പോവന്നാ തോന്നണ. സഹിക്കാൻ പറ്റും. ആശുപത്രി പോണേനും ബുദ്ധൊന്നും കുടിക്കേ. അത് ഗ്യാസിന്റെ മരുന്ന് കഴിച്ചാ ഗ്യാസ് ചപ്പ് തന്നെ പോയിക്കോളും. ആ പിന്നല്ലേ. മാറിയാ മോളെ? ആമാശയിലേക്ക് എത്തണ്ട, എന്നാലും മാറില്ല പറ്റൂ. കുറവില്ലാട്ടോ. എന്തപ്പോ ഉണ്ടായത്? എനിക്കിപ്പോ കുത്തണ പോലുള്ള വേദനയാണോ? കുത്തണ പോലെ തന്നെയാണ്. അയ്യോ എവിടെയാണ്? എവിടെയാണ്? അവിടെ ഫുഡ് പോയിസൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അസുഖം ഉണ്ടാ മോളെ? ഓ എന്റെ അമ്മ, നിങ്ങള് രണ്ടാളും കഴിക്കാത്ത എന്താണ് ഓള് കഴിച്ചത്? എന്തോന്നാണ് കഴിച്ചത്? നീ കഞ്ഞി കുടിച്ചായിരുന്നാ? ഇല്ല. ഈ ഉച്ചക്ക് എന്താ കഴിച്ചത്? ഉച്ചക്ക് എന്താ സാധാരണ ഈ ചോറ് ഇതിപ്പോ സർജറി കഴിക്കേണ്ടി വരുന്നു തോന്നണേ. എന്നാ ഇത്തിരി അത് കഴിച്ചു നോക്കുമ്പോളെ. അമ്മ ഓപ്പറേഷന്റെ കാര്യമാണ് പറയണേ. ഓപ്പറേഷൻ ആകുമോ? എന്നാ അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഇതിപ്പോ നിങ്ങളിപ്പോ സാധാരണ ഇപ്പൊ ഈ ഭക്ഷണം കഴിക്കലല്ലാണ്ട് എന്തെങ്കിലും വേറെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചോ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. വേറെന്താണ്? ഇക്ക കൊണ്ടുവന്ന പരിപ്പോടെ ഞാൻ കഴിച്ചില്ലായിരുന്നു. ഏട്ടാ, ഇക്ക തന്ന പരിപ്പോടെ ഞാൻ കഴിച്ചായിരുന്നു. അയ്യോ അപ്പൊ അതെന്റെയാണ്. ഗ്യാസാണ്. എന്താന്നറിയോ? കിടന്ന് പിടിച്ചിട്ട് കാര്യമില്ല. കിടക്ക്. ഞാൻ പറയണൊന്ന് കേക്ക്. എന്തെങ്കിലും സംശയിക്കല്ലേ? എന്തൊരു കഷ്ടാണിത്. നിങ്ങളൊന്നും മുൻതട്ടാ. എടി ഉണ്ടായ കാര്യം മനസ്സിലാക്കി എന്തുണ്ടായിന്ന് അറിയാം എനിക്ക്. ഞാൻ ഈ പലഹാര പൊതിയായിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. ഇപ്പൊ മല്ലിക അവിടെ നിൽക്കണ്. എന്താണ് പരീക്ക പൊതിയില്? ഞങ്ങളാണ് ഇന്ന് കാലത്തൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവരവിടുത്തെ കാലത്ത് പലഹാരം ഉണ്ടാക്കാതെ ദോശമാവൊക്കെ വീണു പോയിന്ന്. അപ്പൊ ഇത് കേട്ടപ്പോ നിങ്ങളുടെ കാര്യം നടക്കട്ടെ പറഞ്ഞിട്ട് ഞാൻ ഈ പൊതി ഒന്ന് അങ്ങോട്ട് നീട്ടി. അതിലാകപ്പാടുണ്ടായിരുന്ന ആ ഒരു പരിപ്പോടെ ഓളെടുത്ത് തിന്നുകയും ചെയ്ത്. എന്തെന്നാ ഞാൻ പറയാ, ഒന്നും പറയാൻ പറ്റുമോ? എന്നിട്ട് നിങ്ങൾ എന്നോട് കള്ളല്ലേ പറഞ്ഞേ? നിങ്ങൾ തിന്നല്ലേ പറഞ്ഞേ?
എൻ്റെ മുത്ത ഞാൻ അവിടുന്ന് ഇതുവരെ എനിക്കുള്ള പരിപ്പോടെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് ഓൾക്ക് കൊടുത്തു പറഞ്ഞാൽ എനിക്ക് എന്താ തോന്നുക? അത് ഇച്ചിട്ട് ഞാൻ ഒരു സൂത്രം അപ്പം അതിനനുസരിച്ച് പറഞ്ഞാണ് ഇന്നെങ്ങനെ സംശയിച്ചാൽ എന്താണ്? അതന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഒരു സൂത്രം, നിങ്ങളുടെ സൂത്രമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ പടച്ചോന് ഇത് എങ്ങനെ ഇപ്പൊ ഞാൻ അത് തെളിയിക്ക? നിങ്ങൾ തെളിയിക്കണ്ട, നിങ്ങളുടെ ഒരു കുഞ്ഞൂട്ടനും പടച്ചറപ്പാനെ സത്യം എന്താ ഇങ്ങനെ പറയണേ? ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ എന്താ ഇത് സ്ഥിതി? പിന്നെ അല്ലാതെ ഞാൻ എന്താണ് പറയണ്ടത്? എടി സത്യമായിട്ട് അതേന്ന്. അതാ പടച്ച റബ്ബന്നെ സത്യം ഇതാണ് ഉണ്ടായത്. ഞാൻ എങ്ങനെ പന്നോട് ഞാൻ ഇത് തെളിയിക്ക? ഇക്ക് ആ സമയത്ത് തട്ടി പറിച്ച് ഇങ്ങോട്ട് വാങ്ങാൻ പറ്റും? ഇങ്ങോട്ട് തട്ടി ഞങ്ങളുടെ പരിപ്പോടാന്ന് ഓൾക്കൊരു മുതൽ കൊടുത്തിട്ട് ഇതാണ് ഉണ്ടായത്. ഒരെണ്ണം കുഞ്ഞുട്ടിനും തിന്ന്. കുഞ്ഞുട്ടിന് എന്താ പറ്റിയാണ് ആ ഓട്ടഞ്ഞി? ഒന്നും അറിഞ്ഞിട്ടില്ല. ഹലോ, ആ ഇതാരാണ്? പെണ്ണുങ്ങള് ഓന്റെ ഫോണിലാ? ആ ഏത് പെണ്ണ്? ആരാണ്? നൈസോ? അല്ല അപ്പൊ കുഞ്ഞുട്ടൻ എവിടെയാണ്? ആ ബോധം പോയിന്നോ? കുഞ്ഞുട്ടിന് ബോധമില്ലാന്ന്. അതിന് ഓന് എപ്പോഴാ ബോധം ഉള്ളത്? ഇത് ആ ബോധമില്ല. ഹലോ, എന്താ ഉണ്ടായത്? ഫുഡ് പോയ്സണോ? അതല്ലേ? ഇത് ഏതാണ് ആശുപത്രി? ആ ആ ആ ആ ശരി, വേറെ കുഴപ്പമൊന്നുമില്ലോ? ഹലോ ഹലോ, കത്തി പടച്ച റബ്ബേ, പരിപ്പോടെ കുഞ്ഞുട്ടിനും പണി കൊടുത്ത്. എത്ര നന്നായി. എന്ത്? ആ